ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നൊരു അടിപൊളി ബീഫ് കറിയാണ് വയ്ക്കുന്നത്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല വെറൈറ്റി ടേസ്റ്റുള്ളൊരു ബീഫ് കറി. കറി ഉണ്ടാക്കാനായിട്ട് 1.5 കിലോയോളം ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, കറിവേപ്പിലയും കൂടി ഇട്ട് എല്ലാം കൂടി നല്ലതുപോലെ തിരുമ്മി കുക്കറിലിട്ട് ഒരു 4 വിസിലിൽ വേവിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. എന്നാൽ രുചിയോട്ട് കുറയുകയില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഫ്രണ്ട്സ്, ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് 2 സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു പിടി ചുവന്നുള്ളിയുണ്ട്, പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. എന്താണേലും കുറച്ച് ചുവന്നുള്ളി ബീഫിന് ചേർക്കണം. ഞാനിവിടെ ചുവന്നുള്ളി തികയാത്തത് കൊണ്ട് സബോളയും കൂടി ചേർത്തന്നേ ഉള്ളൂ. ഇനി അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് വരാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അറിയാലോ അല്ലേ? കരിഞ്ഞു പോകാതെ നല്ലതുപോലെ വഴന്ന് വരുമ്പോഴേക്ക് പൊടികളിട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്തിളക്കി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കിയെടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. മെയിൻ ഇൻഗ്രീഡിയൻ്റൊക്കെ ഇനിയും ചേരാനുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഫ്രണ്ട്സ്, പിന്നെ ആ ഓൾ എന്നുള്ള ബെൽ ബട്ടൺ അമർത്തിയെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അത് മറക്കാതെ ചെയ്യണേ. പല രീതിയിൽ ബീഫ് കറി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെ. നിങ്ങൾക്ക് എന്താണേലും ഇത് ഇഷ്ടപ്പെടും. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 12 വെളുത്തുള്ളിയും അരിഞ്ഞെടുത്ത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് അവിടെ തിളച്ച് കിടപ്പുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ചതെല്ലാം കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വരുന്നതിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ആ സമയത്ത് നിർത്താം. 2 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി ചൂടാക്കിയതിന് ശേഷം വെന്തിരിക്കുന്ന ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അരപ്പെല്ലാം പിടിച്ച് ഏകദേശം കുറുകി വരുന്ന പാകമാകുമ്പോൾ നിർത്തി കൊടുക്കാം. ഈ സമയത്ത് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്ത് അടച്ചു വയ്ക്കാം. സൂപ്പർ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കി കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.